ഹലോ ഹലോ. ഇത് കഴിഞ്ഞ വ്ളോഗിന്റെ പാർട്ട് 2 ആണ് കേട്ടാ. രാവിലെ എണീറ്റ് പാടെ ഒരു കുളി പാസ്സാക്കിയിട്ട് ഹസ്ബൻഡിന്റെ ഷർട്ടും പാൻറ്റും എടുത്തിട്ട് ചില വീക്കെൻഡൊക്കെ ഭയങ്കര എനർജറ്റിക് ആയിട്ടാട്ടോ എണീറ്റ് വരിക. എന്തെങ്കിലുമൊക്കെ ചെയ്യണം, പ്രൊഡക്റ്റീവ് ആവണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിട്ട് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ മോള് വീട്ടിൽ വന്നപ്പോ ഇവിടെ മറന്നു വെച്ചിട്ട് പോയായിട്ടാട്ടോ ഈ ഹെയർ ബാൻഡ്. രാവിലെ അത് കുഞ്ഞിന്റെ ടോയ്സിന്റെ ഇടയിൽ കണ്ടപ്പോൾ ഞാൻ എന്റെ ഡ്രസ്സിന് മാച്ച് ആവും തോന്നിട്ട് എടുത്തിട്ടതാണ്. പിന്നെ കെട്ടിയോനെയും കുത്തിപ്പൊക്കി പണി ആയുധങ്ങളൊക്കെ എടുത്തിട്ട് എങ്ങട്ടാന്നല്ലേ, വേറെ ഒന്നുമല്ല, കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച് നിങ്ങളെ കാണിച്ച മിറർ ഒന്ന് വാൾ മൗണ്ട് ചെയ്യാൻ പോവാ. ഇതാട്ടോ ഞങ്ങളുടെ എൻട്രി വേ ടേബിള്. ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വരുമ്പോ തന്നെ ഉള്ള ഒരു ചെറിയ ടേബിളും അവിടെയുള്ള കുറച്ച് ഡെക്കോർ ഐറ്റംസും ആണ്. ഒരു ബാസ്ക്കറ്റ്, 2 ക്യാൻഡിൽ ഹോൾഡറും ഒരു വാസും പിന്നെ ഒരു ഡെക്കറേറ്റീവ് ബുക്കും ഒരു ബൗളും ആണ് ഞാനിപ്പോ തൽക്കാലം ഇവിടെ വെച്ചിട്ടുള്ളത്. ഞാനിങ്ങനെ റാൻഡം ആയിട്ട് ഷോപ്സിൽ കണ്ടപ്പോൾ വാങ്ങിച്ച് ഒരുക്കൂട്ടി വെച്ചതാണ് കേട്ടോ. ഇതിന്റെ ഒരു ഫുൾ ലുക്ക് ഇപ്പോഴും ആയിട്ടില്ല. ഒരു നല്ല ഭംഗിയുള്ള ലാമ്പും കൂടെ കണ്ടാൽ ഇവിടെ വെക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ ഫില്ല് ചെയ്യാനായിട്ട് റഷ് ചെയ്തിട്ട് ഞാൻ പോയി വാങ്ങാറില്ല കേട്ടോ ഐറ്റംസ് ഒന്നും. എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് നല്ല ആഗ്രഹം തോന്നിയാൽ മാത്രമേ ഞാനൊരു സാധനം വാങ്ങിക്കാറുള്ളൂ. പിന്നെ ഈ ഒരു എൻട്രിവിന്റെ സൈഡിൽ ഞങ്ങൾ ഒരു ഫേക്ക് ഒലീവ് ട്രീയും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതിന് വാസ് വാങ്ങിയിട്ടില്ല, അതും വാങ്ങാനുള്ള ലിസ്റ്റിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്റെ ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ ഞാൻ മെല്ലെ മെല്ലെ മാറ്റി വെക്കായിരുന്നു. എന്റെ ഈ ഒരു വേവി മിറർ ഇവിടെ വെക്കാനാട്ടോ ഞാൻ പ്ലാൻ ചെയ്തത്. ഈ ഒരു ഏരിയ കണ്ടിട്ട് തന്നെയാണ് ഞാനത് വാങ്ങിച്ചതും. പിൻട്രസ്റ്റ് ഐഡിയാസ് നോക്കിയിട്ടും ഇൻസ്റ്റഗ്രാമിലെ അമേരിക്കൻ ഹൗസ് ഹോൾഡുകളെല്ലാം നോക്കിയിട്ടും അവരെല്ലാം വാങ്ങിച്ച ഒരു ഐഡിയ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മിററാട്ടോ ഇത്. രണ്ടുപേരെ സഹായം അതൊരിക്കലും മൗണ്ട് ചെയ്യാൻ പറ്റില്ല, കാരണം അതിന്റെ ഒരു ലെങ്ത്തും ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമായിരുന്നു. പിന്നെ ഈ ഒരു സാധനം ആട്ടോ സ്റ്റഡ് ഫൈൻഡർ. ഇതെന്തിനാ യൂഷ്വലി ഇവിടെ ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ വീടിന്റെ സ്ട്രക്ചറൽ ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. വാളിന്റെ ഉള്ളിൽ കൂടെ പോണ വയറ്, മെറ്റൽ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഡിറ്റക്ട് ചെയ്യുവേ. അപ്പൊ നമുക്ക് ഡ്രിൽ ചെയ്യാൻ ഈസിയാണ്. അങ്ങനെ വല്ലാണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ മിറർ ഹാങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ. പിന്നെ ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ ടൂൾസ് എല്ലാം ക്ലീൻ ചെയ്ത് പഴയ പോലെ ബാഗിലാക്കി കൊടുക്കായിരുന്നു. ഈ ബാഗിലാണ് ഹസ്ബൻഡിന്റെ എല്ലാ നിധികളും ഉള്ളത് കേട്ടാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതെന്റെ മോളുടെ ഹോസ്പിറ്റൽ ബാഗ് ആയിരുന്നേ. ഇപ്പൊ അത് ആകെ കുറച്ച് നാശമായതുകൊണ്ട് അതിൽ ഫുള്ള് ടൂൾസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേക്കാം. പിന്നെ സമയം ഒട്ടും വഴിക്കാതെ തന്നെ എന്റെ ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ ഞാൻ തിരിച്ചു വെക്കാണ്. ഒരു ഫുൾ ലുക്ക് കാണാനുള്ള ഒരു ഈഗർ വെയിറ്റിംഗ് ആയിരുന്നു എന്റെ. എല്ലാ ഐറ്റംസും ഒന്ന് പൊടി തട്ടി എടുക്കുകയും ചെയ്തുട്ടാ, ക്ലീൻ ആക്കി വെച്ചു. കംപ്ലീറ്റ് ആയിട്ട് എല്ലാം വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ആഗ്രഹിച്ച ചെറിയ ചെറിയ സ്പേസുകൾ നമ്മൾ ആഗ്രഹിച്ച പോലെ ആയി വരിക എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമാണ്. എനിക്ക് എത്ര പറഞ്ഞാലും തീരൂല. ഇത് കംപ്ലീറ്റ്ലി എൻ്റെ ഒരു ഡ്രീം എൻട്രി വേ മേക്ക് ഓവർ ആണെന്ന് തന്നെ പറയാം. ചെറിയ ചെറിയ ഐറ്റംസ് ഇനിയും മിസ്സിംഗ് ആണും വെക്കാനും ഉണ്ടെങ്കിലും ഇത്രയും കണ്ടപ്പോഴേക്കും എൻ്റെ മനസ്സും കണ്ണും ഒക്കെ നിറഞ്ഞു കേട്ടോ. വീക്കെൻഡ്സ് പിന്നെ ലേറ്റ് ആയിട്ട് എണീറ്റ് വരുന്ന കാരണം ബ്രേക്ക്ഫാസ്റ്റിനേക്കാൾ ഹെവി ആയിട്ട് കഴിക്കുന്നത് ലഞ്ചാണ്. അതാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് എൻജോയ് ചെയ്യണതും. പിന്നെ ലഞ്ച് കഴിഞ്ഞിട്ട് ഞാൻ മോളെ കൂടെ കുറച്ച് കളറിങ്ങിനായിട്ടിരുന്നേ. എനിക്ക് കളറിങ്ങും റൈറ്റിങ്ങും ചെറുതായിട്ടൊരു തെറാപ്പി പോലെയാണ്. ഭയങ്കരമായിട്ട് മൈൻഡ് ഫുൾഫിൽ ആവുന്ന പോലെയും മൈൻഡ് ഡിവേർട്ട് ആവുന്ന പോലെയും കുറച്ച് പീസൊക്കെ കിട്ടുന്ന പോലെയും തോന്നും. ഫോൺ അല്ലാത്ത ഹോബീസും ഹാബിറ്റ്സും ഒക്കെ നമുക്കൊരു കാം സെൻസേഷൻ തരാന്ന് പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് എനിക്ക്. ഇതാണ് എൻ്റെ അഡൾട്ട് കളറിംഗ് ബുക്ക് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ബുക്ക് ഫിനിഷ് ആയിട്ട് ഇത് ഞാൻ രണ്ടാമത് പിന്നെയും വാങ്ങിച്ചതാണ്. എല്ലാ ദിവസവും ഒന്നും ഇതിലിരിക്കില്ല, എപ്പോഴെങ്കിലൊക്കെ മൈൻഡ് ഒന്ന് ഫ്രീ ആവണം എന്ന് തോന്നുമ്പോൾ ഇരിക്കണം കേട്ടോ. പിന്നെ ഇത് കളർ ചെയ്യാനുള്ള കളർ പെൻസിൽ വാങ്ങിക്കുമ്പോൾ ഞാൻ യൂഷ്വലി ടിപ്പ് കട്ടിയായിട്ടുള്ള ടൈപ്പാണ് കേട്ടോ വാങ്ങിക്കുക. എന്റെ കൂടെ ഇരുന്ന് മോളും കളർ ചെയ്തത് നിങ്ങളെ കാണിക്കണമെന്ന് പറയായിരുന്നു. അപ്പൊ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, അവള് റെയിൻബോ ഒബ്സസ്ഡ് ആണ് റീസെന്റ്. യൂഷ്വലി അഡൾട്ട് കളറിംഗ് ബുക്കിൽ മണ്ഡലാസും ചെറിയ ചെറിയ പ്രിന്റും ആണ് കേട്ടോ ഉണ്ടാവുക. പക്ഷെ എനിക്കിഷ്ടം കാലിഗ്രഫിയും വേർഡിങ്സും ലാർജ് പിക്ചേഴ്സും കളർ ചെയ്യാനാണ്. പിന്നെ എന്റെ കുറച്ച് ക്ലീനിങ്ങിനിടയിൽ നിന്നപ്പോ ഞാൻ എന്തോ ഒന്ന് ആലോചിച്ച് ചിരിച്ചേ. അതെന്റെ യൂഷ്വൽ റെക്കോർഡിംഗ് വീഡിയോയിൽ കണ്ടപ്പോൾ എനിക്കും ചിരി വന്നിട്ടാ. എന്താ ഞാൻ അപ്പൊ ഓർത്തേന്ന് എനിക്ക് ഓർമ്മയില്ല. വല്ല സ്കൂളിലോ കോളേജിലോ ചെയ്ത മണ്ടത്തരോ ആരേലും പറഞ്ഞ കോമഡിയോ ഒക്കെ ആയിരിക്കും. നിങ്ങളും എന്നെ പോലെയാണോ ഗൈസ്? ഇതൊക്കെ ഓർത്തോർത്ത് ചിരിക്കാറുണ്ടോ? ഇടക്ക് ഞാൻ വിചാരിക്കും ആരെങ്കിലും എന്നെ പുറത്തുനിന്ന് കണ്ടാൽ എനിക്ക് വല്ല പ്രാന്താന്ന് വിചാരിക്കാതിരുന്നാ മതിയെന്ന്. എന്നാലും അത് ഓർത്ത് ചിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും സന്തോഷം തന്നൊരു മൊമെന്റ് ആയിരിക്കില്ലേ, അതോർത്ത് സമാധാനിക്കാം. പിന്നെ ഈ കെട്ടിയൊരുങ്ങി എങ്ങട്ടാന്നല്ലേ, ഞങ്ങൾ വെറുതെ ഒന്ന് മോളിൽ പോയിട്ട് തേരാപാരം നടന്നിട്ട് വരാന്ന് വിചാരിച്ച്. അങ്ങനെ ആകുമ്പോ കൂടെ നിങ്ങളെയും കാണിക്കാലോ ഞങ്ങളുടെ മാൾ. ഞങ്ങളുടെ വീടിന്റെ അവിടുന്ന് 20 മിനിറ്റ്സ് ഉള്ള ഒരു മോളാണ് കേട്ടോ ഇത്. പിന്നെ എല്ലാ അമേരിക്കക്കാർക്കും അറിയാം നമ്മുടെ മേസീസ് എന്താന്ന്. എല്ലാ കംപ്ലീറ്റ് ബ്രാൻഡഡ് ഐറ്റംസും കിട്ടുന്ന ഒരു സ്ഥലമാണ്. എന്റെ വളരെ വേണ്ടപ്പെട്ട ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് 40 ആവാണ് കേട്ടോ ഈ വർഷം. അപ്പൊ പുള്ളിക്കാരുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും തീരുമാനിച്ചൊരു കളർ തീം സിൽവർ ആണ്. ഓൺലൈനിൽ ആക്ച്വലി ഒരെണ്ണം കണ്ടായിരുന്നു ഞാനൊരു സിൽവർ ഡ്രസ്സ്. പക്ഷെ പിന്നെ കടയിലും കൂടെ വെറുതെ ഒന്ന് കയറി ഇറങ്ങി നടന്ന് നോക്കാന്ന് കരുതി, എന്തേലും കിട്ടിയാലോ വെറൈറ്റി. ന്യൂ ഇയർ ഒക്കെ ജസ്റ്റ് കഴിഞ്ഞ സ്ഥിതിക്ക് ഈ സ്പാർക്ലി ഈവന്റ് ടൈപ്പ് ഡ്രസ്സുകളൊക്കെ ഇപ്പൊ ക്ലിയറൻസ് സെയിലുണ്ടാവും കടകളിൽ. അതും കൂടെ മനസ്സിൽ വെച്ചിട്ടാട്ടോ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയത്.
പിന്നെ ഇവിടെ വന്നപ്പോഴാണ് യാഥാർത്ഥ്യം മനസ്സിലായത്. ക്ലിയറൻസ് പ്രൈസ് തന്നെ ഉണ്ട് അത്യാവശ്യം. അപ്പം ഞാൻ സുല്യ വിളിച്ചു ഇവിടുന്ന് വാങ്ങണ്ടെന്ന് വെച്ച്. പിന്നെ അത് മാത്രല്ല കേട്ടോ, ഒരു വെറൈറ്റി ടൈപ്പ് ഒന്നും എൻ്റെ കണ്ണി പിടിച്ചില്ല. എല്ലാം നമ്മൾ ഈ കണ്ട പോലത്തെ ടിപ്പിക്കൽ ഷിമ്മറി ആയിട്ടുള്ള പാൻറ്റും ഷർട്ടും മാത്രം. അപ്പം അതെനിക്ക് അത്രയും ആ കാശ് കൊടുത്തിട്ട് ഈ വെറൈറ്റി ഇല്ലാത്ത ഐറ്റം എന്തിനാ ചുമ്മാ വാങ്ങിച്ചേക്കുന്നത്. പിന്നെ ഇടത്തുമില്ല. പിന്നെ ഒന്നും നോക്കിയില്ല, ഓൺലൈനിലുള്ള വെറൈറ്റി കണ്ട ഡ്രസ്സ് തന്നെ എടുക്കാന്ന് വിചാരിച്ചു. അത് ആക്ച്വലി കുറച്ചും കൂടെ കാശും ചീപ്പാണ്, പിന്നെയും റീയൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ആയിട്ടാട്ടോ തോന്നിയത്. പക്ഷെ ഇങ്ങനത്തെ കമ്പാരിസൺ ഒക്കെ ഉണ്ടെങ്കിലും മേസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഇഷ്ടമാണ് എല്ലാവർക്കും. ഞങ്ങളെ വീടിന്റെ അടുത്തുള്ള ഈ ഒരു മോള് കുറച്ചും കൂടെ ഡെഡ് ആയിട്ടാട്ടോ എനിക്ക് തോന്നിയത്, ആൾക്കാരൊക്കെ കുറവായിട്ട്. ഞങ്ങൾ ആദ്യം താമസിച്ചിന്റെ അടുത്തൊരു മോൾ ഉണ്ടായിരുന്നു, അവിടെ പോയാലൊരു പ്രത്യേക വൈബാണ് കേട്ടോ. വളരെ ലൈവ്ലി ആയിട്ട് കുറേ ആൾക്കാരും ബഹളവും നല്ലൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മോളാണ്. ഇവിടെ കുറച്ച് സൈലന്റും ആൾക്കാർ കുറവും പിന്നെ കൂടുതലും ഈ കോളേജ് കുട്ടികളും ഒക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ തന്നെ ആ ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് കുറച്ച പോലെ തോന്നി. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല, എൻ്റെ ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് പെർഫ്യൂം ഒബ്സസ്ഡ് ആണ്. അപ്പൊ ഇവിടെ വരുന്നത് തന്നെ ഇവിടെയുള്ള എല്ലാ പെർഫ്യൂംസും ട്രൈ ചെയ്യാനാണ്. പിന്നെ എന്തെങ്കിലും സെയിലിൽ കണ്ടാൽ വാങ്ങിക്കുകയും ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യണത് ഈ ഒരു YSL പെർഫ്യൂമാണ്. എനിക്ക് ഒത്തിരി കോംപ്ലിമെന്റ്സ് കിട്ടിയിട്ടുണ്ട് അതിന്. എൻ്റെ ഹസ്ബൻഡിന് ഒരു 1.5 കളക്ഷൻ ഉണ്ട് കേട്ടോ പെർഫ്യൂമിന്റെ. അതൊക്കെ ഞാൻ നിങ്ങളെ വൈകാതെ കാണിക്കാം, ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യാം കേട്ടോ. പിന്നെ മേസീസിന്ന് ഇറങ്ങിയത് ഉള്ളിലോട്ടുള്ള മോളിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ചുമ്മാ ഇത് മൊത്തം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് കരുതി. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ മോളിലേക്ക് വരുന്നത്. അപ്പോൾ ഭയങ്കര കൗതുകവും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഇവിടുത്തെ ഷോപ്സ് എല്ലാം. ഈ ഒരു ഷോപ്പിലുള്ളത് ഫുൾ പ്രോം ഡ്രസ്സസ് ആണ്. കണ്ടപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു പുറത്തുനിന്ന് എല്ലാ ഡ്രസ്സുകളും. പിന്നെ ഈ ഒരു പോയിന്റിൽ എത്തിയപ്പോൾ എൻ്റെ മോള് കുറച്ചൊന്ന് കരച്ചിലും ബഹളമായി തുടങ്ങി. ഒന്നുമല്ല, അവിടെ ഒരു കളിക്കണ കട കണ്ട് അതിൽ കയറാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മെയിനായിട്ട് കുറച്ച് വിശക്കണമുണ്ട്. അപ്പം എന്തായിരിക്കും മോളി വന്ന ആദ്യം ചെയ്യുക? തിന്നണ സ്ഥലത്തേക്ക് ഓടുക. ഞങ്ങളിത് ഓടിപ്പോയി ഈ ബോബ ഷോപ്പിലാട്ടോ ആദ്യം കയറിയത്. ബോബ കഴിച്ചിട്ടുണ്ടോന്ന് അറിയില്ല നിങ്ങൾ, സൂപ്പർ ഡ്രിങ്ക് ആണ് കേട്ടോ. ഞാൻ യൂഷ്വൽ ബോബ ഡ്രിങ്ക് വാങ്ങിച്ചപ്പോൾ ഹസ്ബൻഡ് ഇതേ മാംഗോ സ്ലഷ് ആയിട്ട് മാംഗോ പീസസ് കിടക്കുന്ന ഒരു സ്മൂത്തി ആട്ടോ വാങ്ങിച്ചത്. എൻ്റെതൊരു യൂഷ്വൽ ടിപ്പിക്കൽ ടാരോ മിൽക്ക് ടീ ടേസ്റ്റ് ആയിരുന്നപ്പോൾ ഹസ്ബൻഡിൻ്റെത് നല്ല കിടുവായിട്ടുള്ള ഒരു ജ്യൂസ് ആയിരുന്നേ. ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയ പൾപ്പാന്ന് തോന്നുന്നു. അതുകൊണ്ട് ആ മാംഗോസ് കടിക്കുമ്പോഴും എല്ലാത്തിലും ആ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്തു. വെറും ഒരു ആർട്ടിഫിഷ്യൽ ഷുഗർ ഫീലിംഗ് അല്ല കേട്ടോ, ആ കറക്റ്റ് ആയിട്ടുള്ള മാംഗോന്റെ പുളിപ്പൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ടായി. അപ്പൊ അതാണ് ആ ഒരു ഡിഫറൻസ് ടേസ്റ്റിൽ എനിക്ക് തോന്നിയത്. പിന്നെ ഇങ്ങനെ എല്ലാ കടകളും മിന്നി മാറി ഏതാ കഴിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ വോക്ക് 360 എന്നുള്ള ഒരു ഷോപ്പ് കണ്ടത്. ഞങ്ങൾ തായ്, ജാപ്പനീസ്, ചൈനീസ് ക്യൂസിൻസിന്റെ ഒക്കെ ഭയങ്കര ഫാനാണ് കേട്ടോ. ഇത് ചൈനീസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇതിൽ ഞങ്ങൾ മിക്സ് ആൻഡ് മാച്ച് ആക്കിയിട്ട് റൈസോ നൂഡിൽസോ നമുക്ക് ഓപ്റ്റ് ചെയ്യാം. എന്നിട്ട് 2-3 കറികളും അതിലേക്ക് ആഡ് ചെയ്യാം. ഇതിന്റെ കൂടെ വാങ്ങിച്ച ഷ്രിമ്പ് ഞങ്ങൾക്ക് അത്ര ഇഷ്ടമായില്ല കേട്ടോ. യൂഷ്വലി മോള് ഷ്രിമ്പിന്റെ ഫാനാണ്, പക്ഷെ അത് കഴിച്ചില്ല. പക്ഷെ ഞങ്ങളുടെ ഐറ്റം നല്ല ടേസ്റ്റ് ആയിരുന്നു. കുറച്ച് ഓയിലി കൂടുതലായിരുന്നോ എന്നൊരു ഡൗട്ട് ഉണ്ടായി. പിന്നെ നല്ലൊരു തീറ്റ സെഷന് ശേഷം എൻ്റെ ഹസ്ബൻഡ് മസാജ് ചെയർ ചെയ്യുന്നിട്ട് ആസ്വദിക്കുന്ന സീനാട്ടോ അത്. മോളെ കുറച്ചു നേരം കളിക്കാനും ആക്കിയിട്ടാണ് ഞങ്ങൾ അവിടുന്ന് പിരിഞ്ഞത്. വീട്ടിലെത്തിയപ്പോഴേക്കും എൻ്റെ മോളെ എക്സോസ്റ്റ് ആയിട്ട് കിടന്നുറങ്ങി. ഞാനാണെങ്കിലോ ഒരു സീരീസ് കാണാനും ഇരുന്ന്. സീരീസ് കാണുന്നതിന്റെ മുന്നേ സ്നാക്സ് എല്ലാം റെഡിയൊക്കെ ആയിരുന്നു. ഒന്നുമില്ല, ഐസ്ക്രീമും പിന്നെ എഡമാമേന്റെ ഒരു സ്നാക്കുമാണ്. എഡമാമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബീൻസിന്റെ വെറൈറ്റി ആണ്. അത് നമ്മൾ കടിക്കുമ്പോൾ ഈ നട്ട്സ് ഒക്കെ കഴിക്കുന്ന പോലെ ഇരിക്കും സ്നാക്കായിട്ട്. പിന്നെ ഇന്ന് കാണാനിരിക്കുന്ന സീരീസ് വേറെ ഒന്നുമല്ല, ബ്രിഡ്ജർട്ടൺ ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഭയങ്കര ഒബ്സസ്ഡ് ആയിട്ടുള്ള ഒരു സീരീസ് ആണ്. അതിന്റെ സ്റ്റോറി ടെല്ലിങ്ങും ഡ്രസ്സും തീമും നടീനടന്മാരും അവരുടെ കെമിസ്ട്രിയും എല്ലാം കിട്ടുവാണ്. കുറച്ച് ഗേളി ടൈപ്പും കൂടെയാണ്, ബട്ട് സ്റ്റിൽ ഐ റിയലി ലവ് ദിസ് സീരീസ്. ഇത് കാണാനിരുന്നാല് പിന്നെ ഫോണിനോടൊക്കെ ബൈ ആണ്. അങ്ങനെ ഒരു സൂപ്പർ സാറ്റർഡേ കഴിഞ്ഞപ്പോ സൺഡേ സൈഡ് ആയിട്ടുണ്ട് ആസ് യൂഷ്വൽ. എന്തൊക്കെ പ്ലാനിങ് ആയിരുന്നെന്നറിയോ എനിക്ക്. മീൽ പ്രെപ്പ് ചെയ്യണം, വീഡിയോ എടുക്കണം, എന്തൊക്കെയോ ചെയ്യണം എന്നൊക്കെ ആയിരുന്നു. പക്ഷെ അതെല്ലാം വയ്യായി കൊണ്ടുപോയി. രാവിലെ എണീറ്റ തൊട്ട് നിൽക്കാനും ഇരിക്കാനും നിരങ്ങാനും വയ്യാത്ത അവസ്ഥ. വെറുതല്ല ഇന്നലെ രാത്രിക്കത്തെ ഒരു ഐസ്ക്രീം ക്രേവിങ്. പിന്നെ ബ്രിഡ്ജർട്ടൺ കണ്ടിട്ട് ഉറങ്ങിയത് 4 മണിക്കാണ്. അപ്പൊ ഉറക്കപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് തലക്കടിച്ചിട്ടുണ്ടായി എനിക്ക്. ഇത്ര വയ്യാതെ എന്നിട്ട് ഞങ്ങൾ എന്താ ഉണ്ടാക്കിയെന്നറിയോ? ബിരിയാണി. മസാല പണി കഴിഞ്ഞപ്പോഴാണ് സത്യം അറിഞ്ഞത്, നെയ്യ് തീർന്നുപോയി ചോറുണ്ടാക്കാൻ. ഹസ്ബൻഡ് വാങ്ങിക്കാൻ പോയെങ്കിലും ഞാൻ ബട്ടറായിട്ട് നെയ്യ് ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്ത് അതും പാളിപ്പോയി. അങ്ങനെ മൊത്തത്തിൽ അടപടലം എല്ലാം മൂഞ്ചിയൊരു ഡേ ആയിരുന്നേ. പിന്നെ ഇതും എൻ്റെ ഒരു റിയാലിറ്റി ആയതുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്യുകയും ചെയ്ത് സൈഡിൽ കൂടെ. ഇതിന്റെ ഇടയിൽ ഒരു സന്തോഷം തോന്നിയ കാര്യമാട്ടോ ഈ ബിരിയാണി. നല്ല ഗംഭീരമായിട്ടുള്ള ഒരു മട്ടൻ ബിരിയാണി ആയിരുന്നു. ഇതുണ്ടാക്കി കഴിച്ചു കഴിയുമ്പോഴേക്കും സമയം രാത്രി 6 മണി 6:30 അടുത്തിട്ടുണ്ട്. പക്ഷെ അതുവരെ എന്താ ഞാൻ ചെയ്തതെന്ന് എന്നോട് ചോദിക്കരുത്, എനിക്കൊന്നും ഓർമ്മയില്ല. ഒന്നും ഓർമ്മ ഉണ്ട് കേട്ടാ. 6:30 ആകുമ്പോഴേക്കും ഞാൻ കിടന്നുറങ്ങി.
ഇത് കണ്ട നിങ്ങളോട് എല്ലാവരോടും എനിക്ക് ഹൃദയം നിറയെ സ്നേഹം മാത്രം. ബൈ.